ഇനി വൈകേണ്ട, ഇന്ന് തന്നെ നിങ്ങളുടെ വീടിനായി സിസോ സന്ദർശിക്കൂ. സിസോ, മേക്ക് ലൈഫ് സിമ്പിൾ. കൊപ്പം പഞ്ചായത്തിലെ പുലാശ്ശേരി ഗ്രീൻ വാലി പ്രദേശത്തെ വീട്ടുകാർ മണ്ണിടിച്ചിൽ ഭീഷണിയിൽ. വീടുകളുടെ മതിലുകൾ 50ലേറെ അടി താഴ്ചയിലേക്ക് ഇടിഞ്ഞു വീണു. സുരക്ഷയൊരുക്കണമെന്ന ആവശ്യവുമായി പ്രദേശവാസികൾ രംഗത്തെത്തി. കൊപ്പം പഞ്ചായത്തിലെ 2ാം വാർഡിൽ ഉൾപ്പെടുന്ന പുലാശ്ശേരി ഗ്രീൻ വാലി പ്രദേശത്തെ 5ഓളം വീടുകളാണ് മണ്ണിടിച്ചിൽ ഭീഷണിയിൽ കഴിയുന്നത്. കഴിഞ്ഞ ദിവസത്തെ മഴയിൽ മുതിയാലപ്പറമ്പിൽ സതീഷിന്റെ വീടിന്റെ ചുറ്റുമതിൽ 50ലേറെ അടി താഴ്ചയിലേക്ക് നിലം പതിച്ചിരുന്നു. മതിലിന്റെ ബാക്കിയുള്ള ഭാഗം വീണ്ടും നിൽക്കുന്നുണ്ട്. ഏതു സമയവും താഴ്ചയിലേക്ക് പതിക്കാൻ പാകത്തിലാണ് മതിൽ നിൽക്കുന്നത്. ഭിന്നശേഷിക്കാരനായ സതീഷിനും രോഗികളായ മാതാപിതാക്കൾക്കും വീടിന് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ്. എൻ്റെ മകൻ വയ്യാഞ്ഞിട്ട് വന്നതാണ് ഞങ്ങളിവിടെ. ഇപ്പം രാത്രി കിടക്കാനൊക്കെ പേടിയാണ്. മഴ വന്നിട്ട് എന്താ എവിടെ ഇടിയ എവിടേക്കാ നടക്കാനും വയ്യ, ഓടാനും വയ്യാത്ത സ്ഥിതിയാണ്. എനിക്ക് ഈ മകൻ്റെ കാര്യം ഓർത്തിട്ട് ഭയങ്കര പേടിയാണ്. ഞാൻ കിഡ്നിക്കും ഹാർട്ടിനും ഒക്കെ പേഷ്യൻ്റ് ഉള്ള ഒരു ഹാർട്ട് പേഷ്യൻ്റാണ്. മകൻ്റെ അടുത്ത് വന്ന് കിടക്കുക, അവിടെ കിടക്കാനും സമാധാനമൊന്നുമില്ല. തൊട്ടടുത്ത പ്രദേശത്തെ മണ്ണ് ഖനനമാണ് ഈ അവസ്ഥയ്ക്ക് കാരണമെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. സ്ഥലം വാങ്ങുമ്പോൾ ഇത്ര ഭീഷണി ഉണ്ടായില്ലെന്നും കഴിഞ്ഞ 1 വർഷത്തിനിടെ മണ്ണെടുത്തതാണ് ഇത്തരത്തിൽ അപകടകരമാംവിധം മണ്ണിടിയാൻ കാരണമെന്നും പ്രദേശവാസികൾ പറഞ്ഞു. സ്ഥലത്ത് പഞ്ചായത്ത് പ്രസിഡന്റും തഹസിൽദാർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരും സന്ദർശനം നടത്തിയിട്ടും അടിയന്തരമായി യാതൊരു നടപടിയും എടുത്തില്ലെന്നും പ്രദേശവാസികൾക്ക് പരാതിയുണ്ട്. ഞങ്ങളിവിടെ സ്ഥലം മേടിക്കുമ്പോൾ ഇങ്ങനെ കുണ്ട് കണ്ടിട്ട് സ്ഥലം മേടിച്ചത് തന്നെയാണ്. പക്ഷെ അവർ പിന്നെ കഴിഞ്ഞ ഈ തറപ്പണി എടുക്കുന്ന സമയത്ത് ഈ അടിയിലത്തെ സ്ഥലക്കാർ വന്നിട്ട് മണ്ണ് മാന്തി ഞങ്ങളിവിടെ തറ നനച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവിടെ മണ്ണ് മാന്തിയിട്ട് അവർ മണ്ണെടുത്ത് പോകണം. അപ്പം ഞങ്ങൾക്ക് അത്ര കാര്യഗൗരവം മനസ്സിലായില്ല. പിന്നെയാണ് ഇത് ചെയ്തത് തെറ്റാണ് ചെയ്യാണെന്ന് ഞങ്ങൾ ഫോട്ടോ എടുക്കാനും എന്തെന്ന് പറയാനിപ്പോൾ. ഇപ്പം ഞങ്ങൾ ഈ 10 വർഷമായിക്കൊണ്ട് ഇപ്പുറത്തെ അയൽവക്കത്തെ വീട് കയറ്റിലും അപ്പുറത്തെ വീട്ടുകാരൊക്കെ ഇരുന്നിട്ടും അന്ന് കിടക്കുന്ന സ്ഥലങ്ങളാണ്. അപ്പോഴൊന്നും ഇവിടെ മണ്ണിടിച്ചലോ ഒന്നും ഉണ്ടായിട്ടില്ല. പിന്നെ ഇപ്പം ഇവർ ഈ മണ്ണ് മാന്തിയതിന് ശേഷമാണ് ഇപ്പോഴത്തെ ഈ ഇവിടെ ഞങ്ങൾ മതിൽ കെട്ടിയതിന് ശേഷമാണ് ഇത് ഇടിയാനും ഒക്കെ സംഭവം ഉണ്ടായത്. ഒക്കെ അങ്ങനെ സംഭവിച്ചിരിക്കുന്നത്. അടിയിൽ നിന്ന് മണ്ണ് മാന്തിയിട്ട് തന്നെ ഉണ്ടായിരിക്കുന്നത്. ഇതിൻ്റെ മുമ്പ് എടുത്ത സ്ഥലത്ത് ഞങ്ങൾ വീഡിയോ ഒക്കെ ഞങ്ങളെ കയ്യിലുണ്ട്. ഇത് മണ്ണ് മാന്തിയ വീഡിയോ ഞങ്ങളെ കയ്യിലുണ്ട്. ഞങ്ങൾ വില്ലേജ് ഓഫീസിൽ പോയി പരാതി കൊടുത്തു. അതിൻ്റെ ഒപ്പം ഞങ്ങൾ സ്ഥലം മേടിക്കുമ്പോൾ ഞങ്ങൾ ഇല്ലാത്ത ആൾക്കാരൊക്കെ വന്നിട്ട് അവരെ കൂടെ ഇതിൻ്റെ ആൾക്കാർ ആദ്യം മേടിച്ച സ്ഥലക്കാരാന്ന് പറഞ്ഞിട്ടാണ് ഓരോപ്പം കൂടിയിട്ട് ഞങ്ങൾക്ക് അനുകൂലമായിട്ടല്ല അവർ പറഞ്ഞത്. അവർ കുണ്ട് കണ്ടെടുത്തു തന്നെ ഓര് പറയുന്നത്. സംഭവം ശരി തന്നെയാണ്. പിന്നെ ഞങ്ങൾ കൊണ്ട് കണ്ടെടുത്താലും ശരി, കഴിഞ്ഞ പ്രാവശ്യം എന്തിനാ അവർ ഈ വീട് കണ്ടിട്ട് ഇവിടെ മാന്തിയെന്നാണ് ഞങ്ങൾ ചോദിക്കുന്നത്. വീട് കയറ്റുന്നത് കണ്ടിട്ട് എന്ത് കാര്യത്തിനാണ് അവർ പറയുന്നത്? ഞങ്ങൾ സ്ഥലം വൃത്തിയാക്കിയിട്ടുള്ളൂ. വൃത്തിയാക്കിക്കല്ല, ഇവിടെ തിട്ടുണ്ടായിരുന്നു, ഈ ഭാഗത്ത് തിട്ടുണ്ടായിരുന്നു, അതൊക്കെ അവർ മാന്തിക്കണം. മഴ ശക്തമാകുന്നതോടെ കൂടുതൽ മണ്ണിടിയാൻ സാധ്യതയുണ്ടെന്നും ഭീതിയോടെയാണ് വീടുകളിൽ കഴിയുന്നതെന്നും നാട്ടുകാർ പറഞ്ഞു. ഞങ്ങൾ വാങ്ങാൻ വന്ന സമയത്ത് ഇതിന് ഇത്ര ആഴം തോന്നിയിട്ടുണ്ടായിരുന്നില്ല. ഈ ഒരു സ്ഥലം കണ്ട സമയത്ത് അങ്ങനെ നമ്മൾ അഡ്വാൻസും കാര്യങ്ങളൊക്കെ കൊടുത്തത്. അങ്ങനെ രജിസ്ട്രേഷന് ശേഷം വീട് പണിയാൻ വേണ്ടി വന്ന സമയത്ത് നമ്മൾ ഇതിൻ്റെ താഴത്ത് ഫുള്ള് മാന്തിയിട്ടും കാര്യങ്ങളും ഉണ്ട്. നമ്മൾ ബാക്കിൽ കുറച്ച് വിട്ടിട്ടായിരുന്നു നമ്മുടെ സ്ഥലം നമ്മൾ അളന്നുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു ബാക്കിൽ വിട്ടിരുന്ന സംഭവങ്ങളൊക്കെ മാന്തി എടുത്തിട്ടുണ്ട്. അടിയിൽ നിന്ന് നല്ലോണം മണ്ണ് മാന്തി പോയതായിട്ട് നമ്മൾ കണ്ടു. പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ അത്ര ഒരു ഭീഷണി നമുക്ക് അന്ന് ആ വിവരം അറിവില്ലായിരുന്നു. അതുകൊണ്ട് നമ്മൾ വീട് പണിയായിട്ട് മുന്നോട്ട് പോവുകയാണ് ചെയ്തത്. പിന്നെ ഇപ്പോൾ ഈ മഴയത്ത് ഇത് വീണപ്പോഴാണ് നമുക്ക് ഇതിൻ്റെ ഒരു അപകടം മനസ്സിലായി. ഇപ്പോൾ ഇനിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇതാ വിണ്ടിട്ടാണ് നിൽക്കുന്നത്. നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും വിണ്ടിട്ടാണ് നിൽക്കുന്നത്. ബാക്കി മതിലുകളും ഇടിഞ്ഞു പോകുന്നുള്ളത് ആർക്ക് വന്ന് കണ്ടു കഴിഞ്ഞാലും മനസ്സിലാവുന്നതാണ്. അപ്പോൾ അത് ഇടിഞ്ഞു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭാവിയിൽ നമ്മുടെ വീടിനോടും മതിലിനോടും വീടിനും ഒക്കെ അപകടമായിട്ടാണ് അത് നിൽക്കുന്നത്.